കത്തെഴുതി, എങ്കിൽ എന്റെ മോൻ മരിച്ചടോ, ഞാൻ എന്ത് കരുതി സമാധാനിക്കും? പടച്ചോന്റെ വിധിയോ? ഒരു നിരീശ്വരവാദി എന്ത് പറഞ്ഞാ ആശ്വസിക്കുക കൂട്ടരെ? എന്ത് പറഞ്ഞാ ആശ്വസിക്കുക? പരലോകത്തൊന്നും കിട്ടുന്നോ? ദൈവത്തിന്റെ പരീക്ഷണമോ? എന്തു പറയും? അതുകൊണ്ട് എംഗൽസ് അസ്വസ്ഥമായി, ഭ്രാന്തമായ മനസ്സുമായി കാർൽ മാർക്സ് എംഗൽസിന് കത്തെഴുതി. എംഗൽസ് സഹിക്കാൻ പറ്റുന്നില്ലടോ. മുഹമ്മദ് നബിയോ, മോനെ, നിന്റെ മരണം എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നാഥനിൽ തവക്കുൽ ചെയ്യുകയാണ് മോനെ. നോക്കണം ഇത് രണ്ടും തമ്മിൽ. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, മരണത്തിന് ശേഷം അവസാനിക്കുന്ന ജീവിതമാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഭൗതികവാദി പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത്? ഞാൻ ഒരു ഭൗതികവാദിയും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിച്ചോ? ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി 25-ാം വയസ്സിൽ മരിക്കുന്നു, രക്തസാക്ഷിയാവുന്നു. എനിക്ക് എന്റെ അമ്മക്ക് ഞാൻ പോയി, പാർട്ടിക്കാർക്കോ എന്നെ വെച്ച് 10 വോട്ടും 10 റുപ്യ അധികം പിരിവും. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചൊടിക്കും. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ ഭീകരവാദം വളരും. അതുകൊണ്ട് ഞാൻ പറയില്ല. പക്ഷെ സത്യം അതൊക്കെയാ. ഇത് ഞാൻ രക്തസാക്ഷിയാ, മരണത്തിന് ശേഷം എനിക്കൊന്നുമില്ല. എന്റെ പേരിൽ ജീവിക്കുന്നവർക്കൊക്കെ സുഖവും. അത് എന്തൊരു വരട്ട് തത്വശാസ്ത്രമാണ് മനുഷ്യന്മാരെ. നിങ്ങളൊന്നും പറഞ്ഞു തരീ, സാധാരണക്കാർക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരീ. അതെന്തൊരു തത്വശാസ്ത്ര? എന്റെ ഭാര്യയെ വിധവയാക്കി, എന്റെ മക്കളെ അനാഥരാക്കി, എന്റെ മാതാവിനെ വയ്യാധാരമാക്കി ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി മരിച്ചിട്ട് എനിക്ക് ദുനിയാവിലും ഒന്നുമില്ല, ആഖിറത്തിലൊന്നുമില്ല. ചെമ്പാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല, കൂത്തുപറമ്പിൽ 15 ലക്ഷം ഉപയോഗിച്ച് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾക്ക് 5 ആൾക്ക് 3 ലക്ഷം വീതം കൊടുത്തിനി ആ കുടുംബം രക്ഷപ്പെടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അന്നത്തെ പരിപാടി പാതി വെച്ച് നിന്നു. അത്രേ. ബാക്കി നിങ്ങൾക്ക് ചേർത്ത് വായിക്കാം. ന്യായം ചോദിച്ച എല്ലാവർക്കും തെറ്റു. ഏതാവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവർക്കും തെറ്റു. അത് തെറ്റാത്തൊരു വിഭാഗം ഇവിടെ ഉള്ളൂ. അത് സലഫി പ്രസ്ഥാന, മുജാഹിദ് പ്രസ്ഥാനം. ഒരിക്കലും തെറ്റിയിട്ടില്ല, ഒരു സ്റ്റേജും കയ്യേറിയിട്ടില്ല, ഒരുത്തനെയും കൂക്ക് പിടിച്ചിട്ടില്ല. ഏറ്റവും ശക്തമായ ക്ഷമയും അതിൻ്റെതായ ഒരു തൗഫീഖും ഈ പ്രസ്ഥാനത്തിന്റെ ആർജവുമാണ്. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അമേരിക്കൻ ഗറില്ല യുദ്ധത്തിന് നായകത്വം നൽകിയ യുവചേതനയുടെ രോമാഞ്ചമായ ഗറില്ല ഒളിപ്പോരാളി നേതാവ് ചെഗുവേര മരണത്തെ പേടിച്ചിട്ട് സ്വന്തം തൊടയിലേക്ക് വെടിവെച്ചു. അറിയാം നിങ്ങൾക്ക്? ഹിറ്റ്ലർ ആരായിരുന്നു എന്നറിയോ? തൊട്ടടുത്ത ടെന്റിൽ ബോംബ് പൊട്ടിയിട്ട് കയ്യിൽ പിടിച്ച ഗ്ലാസ്സിലെ ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത മനക്കട്ടിയുടെ ഉടമ. ആത്മഹത്യ ചെയ്തില്ലേ? ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തില്ലേ? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പലരും ആത്മഹത്യ ചെയ്തില്ലേ? ഏത് മുസ്ലിം ആത്മഹത്യ ചെയ്തു? ധീരമായി മരിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കേ, മനസ്സിലാക്കി.